പ്രൗഡാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് അഫ്സലും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പല കാര്യങ്ങളും. അപ്പോൾ അഫ്സൽ ഉണ്ടായിരുന്നല്ലോ, അവള് ചെന്നൈയിൽ പോകുന്ന സമയത്തല്ല അഫ്സൽ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഒരു റീസൺ ഇല്ലാതെയാണ് അവൾ ഇങ്ങനെ കാണിച്ചത്. എന്നിട്ട് ഇപ്പം കുറേ മഹാന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവള് എന്തായിരുന്നു, അവളൊന്ന് തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ അല്ലാതെ നീ കാണിക്കുന്നത് ചെറ്റത്തരമല്ലേ അഫ്സലിൻ്റെ അടുത്ത് പറയാനായി. ഇപ്പം കുറച്ച് മുന്നേ അവൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ അവൻ ട്രാവൽ ചെയ്യുന്നതിൻ്റെ അങ്ങോട്ട് എന്തോ പോസ്റ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം. ഒരാണും പെണ്ണും അടുത്തിരുന്നപ്പോൾ തന്നെ നിനക്കങ്ങ് ഉരുകിയല്ലേ, അവനോടൊപ്പം ഇരുന്നപ്പോഴും അവൾ പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന്, അതായത് നീ അവളുടെ ഉള്ളിലുണ്ടെന്ന്. എന്നിട്ട് വെറും സദാചാരവാണമായി നീ അവളെ കുത്തി മുറിവേൽപ്പിച്ചു. അവൾ സ്ട്രോങ് ആണ്, നിന്നെപ്പോലെ ഉള്ള വീക്ക് മണ്ണാങ്കട്ടകൾ അവളുടെ 7 അയലത്ത് പോലും വരരുത്. പോട ഡാഷ് ജാസ്മിൻ ജഫർ ലവ് എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞൊരുത്തൻ നിനക്ക് ഇപ്പം ഭാര്യ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ വീട്ടിലേതെങ്കിലും നിന്റെ പെങ്ങളോ, അല്ലെങ്കിൽ നീ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയോ വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് കയ്യിൽ കടിക്കുകയും കയ്യിൽ നക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കത് പ്രശ്നം കാണത്തില്ല. ഓക്കെ, ഇത് ഒരാൾ ഒരു ലിമിറ്റുണ്ട്. അഫ്സലിനെ സംബന്ധിച്ച് ആ ഒരു ലിമിറ്റ് അവൻ്റെ അത് ക്രോസ് ചെയ്യുമെന്ന് അവന് വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം പറയാം. നീയൊക്കെ പറഞ്ഞല്ലോ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞത്. അങ്ങനെ കമ്മിറ്റഡ് ആയുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല. കാര്യം ഗബ്രി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പാണോ? ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് പറഞ്ഞ എന്തുവാ, ഞാൻ പ്രണയം പിടിച്ചു വെച്ചിരിക്കുമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് നിൻ്റെയൊക്കെ ന്യായീകരണം എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ? മേലാൽ ഇതുപോലുള്ള വിവരം കെട്ട കമൻറ്റ് കാണും ഇട്ടുണ്ട്. നീയൊക്കെ ഒറിജിനൽ ഐഡിയിൽ അല്ലെങ്കിൽ വന്നിട്ട് നീ കമൻറ്റ് ചെയ്യും. അവനെ ആവശ്യമില്ലാതെ ചൊറിയാനായിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ടീമുകൾ, ഈ ആർമി ടീമുകളോട് പറയുന്നത്, അവനെ നീയൊക്കെ ചൊറിയാൻ പോയാൽ അവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങിയ അവൻ്റെ ഒരു മാന്യത വെച്ച് അവനൊരു വീഡിയോ ആയിട്ട് പോലും വന്ന് അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നീയൊക്കെ പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്നിരുന്ന് റെസ്പോണ്ട് ചെയ്യും. പിന്നെ നീയൊക്കെ എവിടെ ഓടി ഒളിക്കും എന്നുള്ള കാര്യം കണ്ടറിയണം. അത് അവനെ കൊണ്ട് നീയൊക്കെ ചെയ്യിപ്പിക്കാതിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. നിനക്കൊക്കെ എന്നെ വല്ലതും പറയണമെങ്കിലും എടുക്കണമെങ്കിലും പറഞ്ഞു, എനിക്ക് അതിനകത്ത് വിഷയമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വ്യക്തമായിട്ട് എനിക്ക് അവൾ എൻ്റെ ഒരു ഫ്രണ്ടായിരിക്കുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇവരുടെ സർക്കിളിൽ ഞാനുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ, എന്തൊക്കെയാണ്. എൻ്റെ കണ്ണിൽ ഞാൻ പറയുന്നതും എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ്. പിന്നെ നിലവിൽ ഞാൻ അവളെ പറ്റിയിട്ട് മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഞാൻ അവളുടെ വീട്ടുകാരുടെ ഇൻ്റർവ്യൂ വരെ എടുത്തു. എന്നിട്ട് നിനക്ക് നന്ദിയില്ല, നീ കാണിക്കുന്നത് നന്ദികേടാണ് എന്ന് പറയുന്നവരടുത്ത് അവൾ പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നത്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നീ മാത്രം വന്ന് ഇൻ്റർവ്യൂ എടുക്കണം, വേറെ ആരും കൊണ്ട് ഇൻ്റർവ്യൂ എടുപ്പിക്കരുത്. ഞാൻ അവരുടെ വീട്ടുമായിട്ടും കോൺടാക്റ്റ് ഉണ്ട്. എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ഉള്ളത് അവരുടെ വാപ്പയോടും ഉമ്മയോടും എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, എനിക്ക് ആ ഒരു സ്നേഹമുണ്ട്. പക്ഷേ ഇവൾ കാണിച്ച പ്രവൃത്തി എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ പറയുന്ന അഫ്സലിൻ്റെ സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾ ആരും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് പോലാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പിന്നെ നിങ്ങൾ ചിന്തിക്കുക എപ്പോഴും വന്ന് അഫ്സൽ അവൾ ഗെയിമല്ലേ മറ്റേയാണെന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് അഫക്റ്റഡ് ആയവർക്ക് ഇതിനെ പറ്റിയുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളുടെ കണ്ണും കൊണ്ട് അത് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഇന്നലെ ഗബ്രി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗബ്രി ലൈവിൽ വന്നപ്പോഴത്തേക്ക് ഈ ജാസ്മിനെ അൺഫോളോ അടിച്ചതിനെ പറ്റിയിട്ടൊരു കേസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഗബ്രി പറയുന്നൊരു കാര്യമുണ്ട്. ജാസ്മിനെ ഞാൻ അൺഫോളോ ആക്കിയതല്ല, ഐ ഡിഡ്ന്റ് അൺഫോളോ ജാസ്മിൻ. ഞാൻ ജാസ്മിനെ അൺഫോളോ ആക്കിയതല്ല എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ ആ ഒരു പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയോ ആരായാലോ ഈ പറയുന്ന ഗബ്രി ഒന്നും അൺഫോളോ അടിച്ച് കളഞ്ഞിട്ടൊന്നുമല്ല, അതല്ലാതെ തന്നെ അൺഫോളോ ആയി പോയതും കണ്ടാണ്. അതെനിക്ക് തോന്നുന്നു ഈ ഗബ്രിയുടെ ഭാഗത്തു നിന്നായിരിക്കും. അല്ലാതെ ഇനിയിപ്പം അവൻ ഫോളോ ചെയ്തെന്നും പറഞ്ഞിട്ട് അല്ല അഫ്സലിന് അത് പോയിട്ട് ഇനി അൺഫോളോ അടിച്ച് മാറ്റി കൊടുക്കേണ്ട കാര്യം അവനില്ല. അവളുടെ പ്രൊഫൈലായി. അതുകൊണ്ട് അവൻ ഒരു പോസ്റ്റ് പോലും അതിനകത്ത് ഇടാനോ അവളുടെ ഒരു പേഴ്സണൽ കാര്യത്തിനകത്തോട്ട് അവനായിട്ട് പോയി ഇടിച്ച് കയറാനൊന്നും അവൻ നിൽക്കുന്നില്ല. അവൻ്റെ കാര്യം നോക്കി അവൻ പോവുക. അതുകൊണ്ട് മറ്റേ ഇതിൻ്റെയൊക്കെ പേരിൽ അവനെ കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കണ്ടു. 2-3 കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഗബ്രിയുടെ ഈ ഒരു ലൈവിന് ശേഷം. ഓക്കെ, അപ്പം ഈ പറയുന്ന ചേച്ചി ഇത്രയും ഡയലോഗ് അടിച്ചതിൽ എൻ്റെ അടുത്ത് വളരെ ജെന്യുവനായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.